ഞാൻ പല എന്താ പറയുന്നത് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പാട്ടുകാരോടൊക്കെ ചോദിക്കാറുണ്ട്. ചിലരിങ്ങനെ ചില സംഗീത സംവിധായകൻ പേര് പറയുന്നില്ല ഇടയ്ക്ക് പറയാറുണ്ട്, ക്ലാസിക്കലി അല്ലെങ്കിൽ കർണാട്ടിക് പഠിച്ചവർക്കാണ് കുറച്ചുകൂടെ നന്നായി പാടാൻ കഴിയും. പക്ഷേ അതിന് തിരുത്തി കുറിച്ചിട്ട് ക്ലാസിക്കലി പഠിക്കാതെ വന്നിട്ട് ഇത്രയും എന്നാ പറയുന്നത് എത്രയും ഗാനങ്ങൾ പാടിയ ഒരാളോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ഉണ്ടോ ചേച്ചി? അങ്ങനെ എനിക്ക് കിട്ടിയ ഈ ഗിഫ്റ്റ് അത് ദൈവത്തിൽ നിന്നാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അത് തെളിയിക്കപ്പെട്ടിട്ടുമുള്ളതാണ്. പല ഇൻ്റർവ്യൂസിലും ഞാൻ പാടുന്നത് കാണാറില്ലേ? അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം അറിയിക്കും. ഞാനൊരു സത്യം പറയാം, ഞാൻ പ്രാക്ടീസേ ചെയ്യാറില്ല. ഞാനത് ചോദിക്കണം എന്ന് വിചാരിക്കായിരുന്നു ചേച്ചിയോട്. ചേച്ചിയുടെ ഇപ്പോൾ പ്രത്യേകിച്ച് റീസെൻ്റ്ലി ഇൻ്റർവ്യൂവിൽ തീർച്ചയായിട്ട് പാടുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചേച്ചി അതിൽ ഇങ്ങനെ എല്ലാ ദിവസവും സാധകം ചെയ്തിട്ടാണോ എന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഇല്ല, കാരണം ഞാൻ പറയാം, ഒരു എന്താ പറയുക, നമ്മൾ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റാണ്ടാവുന്നു. മാസങ്ങളോളം വർഷങ്ങളോളം അത് ചെയ്യാതിരിക്കും തോറും നമ്മുടെ മനസ്സിന് മടുപ്പ് വരും. നമ്മൾ പിന്നെ വേറെ കാര്യങ്ങളിലേക്കാവും. നമ്മൾ ജീവിക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ വേറെ എനിക്കുണ്ട്. എൻ്റെ ഫാമിലി ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങളുണ്ട്, പിന്നെ വീട്ടിൽ വരുന്ന ഗസ്റ്റ്, നമ്മുടെ റിലേറ്റീവ്സ്, എല്ലാവരുടെയും പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ ആയിപ്പോകും. എനിക്കിതില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് കൂടുതൽ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. നാച്ചുറലി അത് ശ്രമിച്ചു പോകും നമ്മൾ, ഇല്ലേ? ഇപ്പൊ എനിക്ക് പറ്റണില്ല എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ പിന്നെ അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ പാടാനുള്ളൊരു എന്താ പറയാ, എപ്പോഴും പാടണം എന്നുള്ളൊരു, അങ്ങനെ ഞാൻ വെറി പൂണ്ട് പാടിയിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ മാറി പാടണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തൊരു ലെവലിലേക്ക് ഞാൻ വന്നു. പക്ഷെ പാട്ട് എനിക്കിപ്പോഴും ജീവനാണ്. പാട്ടിനും മിന്നിയെ ഉറപ്പായിട്ടും ജീവനാണ്. കാരണം അതുകൊണ്ടാണ് വീണ്ടും ഞങ്ങളെ പോലുള്ളവരെ, പാട്ടുകാരെ, സംഗീതജ്ഞരെ എല്ലാവരും ചേച്ചിനെ തിരക്കി വരുന്ന അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ചേച്ചിയോട് വന്നപ്പോൾ ഞങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ പറയുന്നു, ചേച്ചി എന്താണ് എഫേർട്ട് ഇടാത്തത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ? അപ്പോഴും ചേച്ചിയുടെ മറുപടി ഇത് തന്നെയായിരുന്നു, അല്ലേ? ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ ചേച്ചി പറയുണ്ടായി, എന്ത് കാരണം ശബ്ദം പോയി എന്ന് പറയുമ്പോഴും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ ഉദാഹരണം പറഞ്ഞ റിമിക്കും ഇടയ്ക്ക് ഇതുപോലെ ശബ്ദത്തിന് എന്തോ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് പക്ഷെ തിരിച്ചു വരുന്നുണ്ട്. ചേച്ചി ആ ഒരു തിരിച്ചുവരവിന് സ്വയം ശ്രമിക്കാതിരിക്കുകയാണ്? അങ്ങനെയല്ല, ഒരുപാട് നാളുകൾ എടുത്ത ഒരു പ്രോസസ്സിങ് ആണ് ഇത്. എന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം വന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ്. അപ്പം ഞാൻ അതാണ് നേരത്തെ പറഞ്ഞതും, പാടണം എന്നുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കുറഞ്ഞു. പക്ഷെ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാൻ പാടുന്നതാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കൂടപ്പിറപ്പുകൾക്ക്, ചേട്ടൻ്റെ സിസ്റ്റേഴ്സിന്, ചേട്ടന്മാർക്ക്, എല്ലാവർക്കും ഭയങ്കര ജീവനാണ് എൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോഴും. അപ്പം അവർക്കൊക്കെ ഞാൻ പാടണം എന്നാണെങ്കിലും എനിക്കൊരു കുഞ്ഞു മനസ്സില്ലേ, ഞാൻ കടന്നു വന്ന വഴികൾ, ഞാൻ എങ്ങനെ ആയിരുന്നു, അതെല്ലാം എൻ്റെ മനസ്സിലില്ലേ. അപ്പം അങ്ങനെ അല്ലാത്തൊരവസ്ഥയിൽ നിന്നിട്ട് എങ്ങനെ പാടണം എന്ന് എനിക്ക് അറിയണില്ല സത്യം പറഞ്ഞാൽ. പിന്നെ പറയും, ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്യാൻ എനിക്കറിയില്ല. അതന്നും എനിക്കറിയില്ല, അന്നും ഞാൻ ചെയ്തിട്ടില്ല. അതൊന്നും വരുന്ന പാട്ടുകളൊക്കെ പാടുക, അത് എന്നെ വിളിക്കും എല്ലാ ദിവസവും. ഇപ്പോൾ ഈ സ്റ്റുഡിയോസിൽ എൻ്റെ മുഖം കാണുമ്പോൾ അടുത്ത ദിവസം ആരെങ്കിലും അവിടെ ബുക്ക് ചെയ്യാൻ വരുമ്പോൾ എന്നെ കാണും. അപ്പോൾ നാളെ മിനിമോള് വരുമോ, പാടാൻ വരുമോ? ഞാൻ വരും. ഇങ്ങനെ ഓരോ ദിവസവും, എല്ലാ ദിവസവും ഞാൻ സ്റ്റുഡിയോയിലാവുന്നത് അങ്ങനെയാണ്. എന്നെ കാണുമ്പോൾ അവർക്ക്, എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അവർക്ക് അതിൽ പാടിക്കാം എന്നുള്ളൊരു ആലോചന വരും, എന്നോട് പറയും, ഞാൻ പാടും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് എനിക്കൊരു അവസരം തരണം എന്ന് ഇതുവരെ ആരോടും എന്നെ കൊണ്ട് ദൈവം ചോദിപ്പിച്ചിട്ടില്ല. അതാണ് അവസരങ്ങൾ വന്നു ചേരുക ചേച്ചി, അല്ലേ?